പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ HP-യുടെ ലേസർജെറ്റ് മോഡലായ HP ലേസർജെറ്റ് 1020 പ്ലസ് എന്ന പ്രിന്ററിൽ എങ്ങനെ കാറ്റേജ് റീപ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ കാറ്റേജ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. HP-യുടെ ഈ ലേസർ പ്രിൻ്ററിൽ കാറ്റേജ് ഇൻസെർട്ട് ചെയ്യുക അല്ലെങ്കിൽ കാറ്റേജ് ചേഞ്ച് ചെയ്യുന്നത് വളരെ സിമ്പിൾ മെത്തേഡാണ്. ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും, റൈറ്റ് സൈഡിൽ ചെറിയൊരു ഓപ്പൺ ചെയ്യാനുള്ളൊരു ഇത് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ? അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാറ്റേജ് കാണാൻ സാധിക്കും. 12 സീരീസ് കാറ്റേജാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. പുതിയത് വാങ്ങുന്ന സമയത്തും 12 ചോദിച്ച് വാങ്ങുക. ആ കാറ്റേജിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ നമുക്ക് വലിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ പിടിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ കാറ്റേജ് വലിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 സീരീസ് കാറ്റേജാണ്. കാറ്റേജ് പിടിക്കേണ്ട രീതി ഇതേപോലെ പിടിച്ചിട്ടാണ് നമ്മൾ പ്രിൻ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതും. ജസ്റ്റ് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് ലോക്ക് ആവുകയുള്ളൂ. കണ്ടില്ല, ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ആയി കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ അവിടെ സെൻറ്ററിൽ പിടിച്ച് നമ്മൾ പുറത്തോട്ട് വെച്ചതിന് ശേഷം അതേപോലെ പുതിയ കാറ്റേജ് എടുത്തുകൊണ്ട് ഇതേപോലെ നമ്മൾ സിമ്പിളായിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് വെക്കാവുന്നതേ ഉള്ളൂ. അതിന് ശേഷം ലോക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പല ആൾക്കും ഇതേപോലെ ഒരു പ്രസ് ചെയ്യാതെ ജസ്റ്റ് അതിലേക്ക് വെച്ചുകൊണ്ട് ഡോറ് ക്ലോസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഡോറ് പൂർണ്ണമായിട്ടും ക്ലോസ് ആവുന്നതുമല്ല. എന്നിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. കാറ്റേജ് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പേപ്പർ ജാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോക്കായി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.